ഹായ് ഡിയർ ജെയ് മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ആസ്പിരൻസ്. ഫിസിക്സിലെ പ്രോബ്ലത്തിൽ ഇന്റഗ്രേഷൻ അപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണ് ഇനി ഫർദർ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത് എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും, അത്തരം ചോദ്യങ്ങളുടെ സോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോ ലെക്ചറിൽ ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിന്റെ ആൻസർ വരുന്നത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സി, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ നോൺ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് L varies as mass per unit length is lambda x, where lambda is a constant. The center of mass of the rod will be. യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള യൂണിഫോം മാസുള്ള റോഡ്, യൂണിഫോം മാസുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോമിലി ആയിരിക്കും. വിച്ച് മീൻസ് ഇവിടെ നിങ്ങൾ ഒരു എക്സ് ലെങ്ത് ഉള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ അതിന്റെ മാസും, എക്സ് ലെങ്ത് ഉള്ള സെയിം എക്സ് ലെങ്ത് ഉള്ള ഒരു പീസ് വേറൊരു സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ അതിന്റെ മാസും എന്തായിരിക്കും? സെയിം ആയിരിക്കണം. ഈ റോഡിന്റെ ഏത് പോർഷനും ഈക്വൽ ലെങ്ത് ഉള്ള പീസ് കട്ട് ചെയ്തെടുത്താൽ അതിന്റെ മാസ് ഈക്വൽ ആയിരിക്കണം. വിച്ച് മീൻസ് മാസ് ഇസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അങ്ങനെ വരുമ്പോൾ സെന്റർ ഓഫ് മാസ് അതിന്റെ സെന്ററിൽ വരിക, ജോമെട്രിക് സെന്ററിൽ വരിക. ആൻഡ് സെന്റർ ഓഫ് മാസിന്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, സമേഷൻ ഓഫ് എം ആർ ഡിവൈഡഡ് ബൈ സമേഷൻ ഓഫ് എം. ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ ലൊക്കേഷന്റെ ജനറൽ ഇക്വേഷൻ. പക്ഷേ നോൺ യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ അപ്രോച്ച് നടക്കത്തില്ല. കാരണം ഇവിടെ നോക്കൂ, മാസ് വാരീസ് ആസ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് വാരീസ് ആസ് ലാംഡ എക്സ്. അപ്പൊ ലാംഡ ഇസ് എ കോൺസ്റ്റന്റ്, എക്സ് വാരിയബിൾ ആണ്. സോ നോക്കൂ, ഇതൊരു റോഡാന്ന് കരുതിക്കോ. ഇവിടെ ഒറിജിൻ ആക്കി സങ്കല്പിക്കുക. അപ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു. ദിസ് ഇസ് ആക്സസ്. അപ്പൊ ആക്സസിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. നമ്മളിവിടെ ഒരു എക്സ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. ഇവിടുത്തെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തും കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ എക്സ് കുറച്ചും കൂടെ കൂടിയപ്പോൾ ഇവിടുത്തെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തും ഡിഫറെന്റ് ആണ്. കാരണം എക്സിന്റെ വാല്യൂ മാറുന്നു. എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയ ലാംഡ എക്സ് അത് വാരി ചെയ്യും. അപ്പൊ മാസസ് നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്താ ചെയ്യുക? സി, അപ്പൊ ഇത് ആക്സസ്, ഇതാണ് ആ റോഡ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫുൾ റോഡിന് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ സെഷൻ കൺസിഡർ ചെയ്യണം. ആ ചെറിയ സെഷൻ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ചെറിയ സെഷൻ കൺസിഡർ ചെയ്യുന്നു? ടോട്ടൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മാസ് നോൺ യൂണിഫോം ആണ്. അപ്പോൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറിയൊരു സെഷൻ കൺസിഡർ ചെയ്യുക. ആ സെഷന്റെ മാസ് യൂണിഫോം ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഡി എക്സിന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ്, അല്ലെങ്കിൽ ഡി എക്സിന്റെ പൊസിഷൻ വെക്ടർ എക്സ് ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ആ ഡി എക്സിന്റെ മാസ് എന്തായിരിക്കും? ഡി എക്സിന്റെ മാസ് ഡി എം ഇസ് ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ ടു ഡി എക്സ്. അപ്പോൾ ഒരു ചെറിയ പോർഷന്റെ മാസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക? ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ഇൻ ടു ഡി എക്സ്, റൈറ്റ്? ഇനി അതിന്റെ സെന്റർ ഓഫ് മാസ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു അതിന്റെ ഡി എം ഇൻ ടു അതിന്റെ പൊസിഷൻ വെക്ടർ എക്സ്. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. എവിടെ മുതൽ എവിടെ വരെ നമുക്ക് ഡി എം ഉണ്ടാവും? ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഉണ്ടാവും. ഇതിന്റെ പൊസിഷൻ 0, ഇതാ ഇവിടെ പൊസിഷൻ 0, ഈ അറ്റത്തെ പൊസിഷൻ റോഡിന്റെ ലെങ്ത് L. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫ്രം 0 to L ഡിവൈഡഡ് ബൈ, ഇത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് സമേഷൻ ഓഫ് എം ഇൻ ടു ആർ ആണ്. നേരത്തെ നമ്മൾ ചെയ്തില്ല, സമേഷൻ ഓഫ് എം ഇൻ ടു ആർ ആണ്. അവിടെ ഒരു ചെറിയ ഡി എം കൺസിഡർ ചെയ്തു ഇൻടു അതിന്റെ പൊസിഷൻ വെക്ടർ, വിച്ച് മീൻസ് അതിന്റെ കോർഡിനേറ്റർ. ടോട്ടൽ സമേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നു മാത്രം. ഡിനോമിനേറ്ററിൽ സമേഷൻ ഓഫ് എമ്മിന് പകരം സമേഷൻ ഓഫ് ഡി എം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റിംഗ് 0 to L. ഡി എമ്മിന് നമ്മൾ എം ബൈ എൽ ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കും. സോറി, എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. ആ എം ബൈ എൽ ആണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്, അത് ലാംഡ എക്സ് ആണ്. അപ്പൊ എം ബൈ എല്ലിന് പകരം നമ്മൾ ലാംഡ എക്സ് എന്ന് കൊടുക്കും. ലാംഡ എക്സ് ഇൻറ്റു എക്സ്, ഡി എം ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ 0 to L. ഡി എമ്മിന് പകരം നമ്മൾ ലാംഡ എക്സ് ഇൻറ്റു എക്സ് കൊടുക്കും, ലാംഡ ഇൻറ്റു ഡി എക്സ് കൊടുക്കും, ലാംഡ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതിന് ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡി എം കിട്ടും. നൗ ഹിയർ ഇറ്റ് ഈസ് ഇന്റഗ്രൽ. ലാംഡ നമ്മൾ കോമൺ ആക്കി ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ ലാംഡ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രേറ്റിംഗ് 0 to L ഡിവൈഡഡ് ബൈ ലാംഡ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു, ഇന്റഗ്രൽ 0 to L എക്സ് ഡി എക്സ്. അപ്പൊ എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ലാംഡ ക്യാൻസൽ ആയി. എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് റേസ് ടു 3/3 കിട്ടും. ഡിവൈഡഡ് ബൈ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു 2/2 എന്ന് കിട്ടും.
ഇവിടെ നമുക്ക് എക്സ് ക്യൂബും എക്സ് സ്ക്വയറും കട്ട് ചെയ്താൽ മുകളിൽ എക്സ്, ഈ 2 നേരെ മുകളിലേക്ക് വരും. സോ ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, ലെറ്റ് ഇറ്റ് ബി RCM is equal to 2 divided by 3 into x. സ്ക്വയറും ക്യൂബും ക്യാൻസൽ ചെയ്ത് അപ്പൊ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പർ 0 to L. അപ്പൊ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് L മൈനസ് ലോവർ ലിമിറ്റ് 0. സോ 2/3L. യെസ്, 2/3L ആണ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് വരെ. അതായത് ഇവിടുന്ന് 2/3L ഡിസ്റ്റൻസ് അകലെ, അവിടെയാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വരിക. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഓപ്ഷൻ നോക്കണ്ടേ നമുക്ക്. 2/3L, ദാറ്റ് ഇസ് ഓപ്ഷൻ 1 ഇസ് റൈറ്റ് ആൻസർ. ഇനി ഒരു കാര്യം കൂടെ നോക്കൂ, 2/3 എന്ന് പറയുന്നത് 0.66 വരും. അപ്പൊ ഇത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സെന്ററിൽ, അതായത് 0.5 ആണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ 0.5L, 0.5 എന്ന് പറഞ്ഞാൽ L/2, അവിടെയാണ് സെന്റർ ഓഫ് മാസ് വരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുകയാണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് കൂടുകയാണ്. അപ്പം നമുക്ക് അതിനൊരു ഡയഗ്രമാറ്റിക്കലി മനസ്സിലാക്കാൻ വേണ്ടി ശരിക്കും അതിന്റെ ഒരു ഷേപ്പ് ഈ രൂപത്തിലുള്ള പോലെ ഉണ്ടാവുക. യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു റോഡ് ഇങ്ങനെ വെച്ചാൽ, ഈ ഒരു ഷേപ്പിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, ഇവിടുന്ന് അതർ സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് മാസ് കൂടിക്കൂടി വരികയാണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് കൂടിക്കൂടി വരികയാണ്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാം. ബട്ട് ആക്ച്വലി ഇവിടെ ഇതേ ഷേപ്പിൽ തന്നെയാണ് റോഡ് ഉണ്ടാവുക. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ റോഡിന്റെ ഡെൻസിറ്റി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈ രൂപത്തിൽ റോഡ് വെച്ചാൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെയാണ് ഇവിടെ കോൺസെപ്റ്റ് ഉള്ളത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മാസ് ഡെൻസിറ്റി കൂടുന്നു. അത് കാരണം സെന്ററിലല്ല, സെന്ററിനേക്കാൾ സ്വല്പം മാസീവ് സൈഡിലേക്ക് മാറിയിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ 2/3L എന്ന് പറഞ്ഞാൽ 0.66L ആണ്, വിച്ച് മീൻസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 0.5L. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. The potential energy of gravitational interaction of point mass M and a thin rod of mass capital letter M, length L, if they are located along the straight line distance A from each other. See, this is the diagram. ഒരു മാസ് M മാസ് ഉള്ള ഒരു സ്ഫിയർ, ഒരു പോയിന്റ് മാസ് ഉണ്ട്. ദെൻ ക്യാപിറ്റൽ M മാസ് ഉള്ള ഒരു റോഡ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? Gm മൈനസ് ഓഫ് Gm ബൈ R. R എന്ന് പറഞ്ഞാൽ രണ്ട് മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡ് ലീനിയർ റോഡ് ആയത് കാരണം മാസും റോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, നിയർ ആൻഡ് മാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണ്, ഫാർ ആൻഡ് മാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് A+L ആണ്. അപ്പൊ ഈ റോഡിന്റെ ഓരോരോ പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്നും മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്, വിച്ച് മീൻസ് ഇവിടെ R വാരിയബിൾ ആണ്. സോ വി ഹാവ് ടു കൺസിഡർ എ സ്മോൾ സെഗ്മെന്റ് ആൻഡ് വി നീഡ് ടു അപ്ലൈ ഇന്റഗ്രേഷൻ. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഇവിടെ നമ്മളൊരു ചെറിയ സെഷൻ, അത് എവിടെ വേണേൽ നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. അതായത് ഈ എൻഡ് മുതൽ ആ എൻഡ് വരെയുള്ള സ്പേസിൽ എവിടെ വേണേൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എവിടെ കൺസിഡർ ചെയ്താലും വിഷയമല്ല. അതിന്റെ തിക്നെസ് dx, അതിന്റെ മാസ് dm. അപ്പൊ ഈ dm-ഉം ഈ മാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈനൈറ്റ് ലെങ്ത് തന്നെ x എടുക്കാം. x ഇസ് എ വാരിയബിൾ. എവിടെയാണോ നമ്മൾ dm എടുക്കുന്നതിനനുസരിച്ചിരിക്കും. സോ മൈനസ് ഓഫ് g സ്മോൾ ലെറ്റർ m, ഈ റോഡിന്റെ ചെറിയ സെഷൻ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ മാസ് dm ഡിവൈഡഡ് ബൈ അവ തമ്മിലുള്ള ദൂരം x. ഇനി dm നമുക്ക് എന്ത് ചെയ്താം? dm ഇസ് ഈക്വൽ ടു റോഡിന്റെ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത് ഇൻടു dx. അപ്പൊ dmന്റെ മാസ് കിട്ടും. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് g സ്മോൾ ലെറ്റർ m, dm നമ്മൾ m ഡിവൈഡഡ് ബൈ l ഇൻടു dx ഹോൾ ഡിവൈഡഡ് ബൈ x. കോമൺ ടേംസിനൊക്കെ പുറത്തേക്ക് എടുക്കാം, കോൺസ്റ്റന്റുകളൊക്കെ പുറത്തേക്ക് എടുക്കാം. gm സ്മോൾ ലെറ്റർ m അതായത് മാസ് ഓഫ് ദാറ്റ് പോയിന്റ് ഒബ്ജക്ട് ഇൻടു റോഡിന്റെ മാസ് ഡിവൈഡഡ് ബൈ l ഇൻടു 1/x dx. നൗ ഈ റോഡിന്റെ മാസ് എവിടെ മുതൽ എവിടെ വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്? ആ മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആട്ടോ. എവിടെ മുതൽ എവിടെ വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്? ഈ പോയിന്റ് മാസിന്റെ അടുത്തുനിന്ന് a ഡിസ്റ്റൻസ് അകലെയുള്ള ഈ ഒരു പോയിന്റ് ടു A+L. ഇതാ ദിസ് വൺ ഇസ് A+L ഡിസ്റ്റൻസ് വരെ മാസ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കുറേ dm എടുക്കുകയാണെങ്കിൽ ആ dmകളൊക്കെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് റോഡിന്റെ മുഴുവൻ മാസായി. ആ dmകളൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന പ്രോസസ് ഇസ് കോൾഡ് ഇന്റഗ്രേഷൻ. ആ പ്രോസസ് നമ്മൾ ചെയ്യുന്നത് ഫ്രം A to A+L, right? So we need to integrate from A to A+L. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയി.
അവിടെ ഇന്റഗ്രേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നും ആവുന്നില്ല. ആ ഒരു കൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലംസ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ആവുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്നതോടുകൂടി ഈ ക്വസ്റ്റ്യൻ ഇസ് നത്തിങ്. അപ്പൊ നോക്കൂ, 1/x ഇന്റഗ്രേറ്റ് ചെയ്താൽ ln(x), so u is equal to minus of g small letter m capital letter M divided by l ln x. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്, a to a plus l. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വരും. അപ്പർ ലിമിറ്റ് ln a plus l മൈനസ് ലോവർ ലിമിറ്റ് ln a. അപ്പോൾ ln a plus l minus ln a, that is log a minus log b is log a by b. So the final answer will be minus of g capital letter M small letter m divided by l ln a plus l divided by a. This is the final answer. അപ്പോൾ ഏതാണ് നമ്മൾ ഓപ്ഷൻ വരിക? മൈനസ് ഓഫ് ജി എം എം ഡിവൈഡ് ബൈ എൽ. ഞാൻ ഇവിടെ ക്യാപിറ്റൽ എല്ലാം യൂസ് ചെയ്ത് ക്വസ്റ്റിന് സ്മോൾ ലെറ്റർ എല്ലാണ്. ജി എം എം ഡിവൈഡ് ബൈ എൽ ഇൻറ്റു എൽ എൻ എ പ്ലസ് എൽ ഡിവൈഡഡ് ബൈ എ. Got it? So that is option C is the right answer. Then gravitational potential energy നെഗറ്റീവ് ആണ് വരിക, ബിക്കോസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവും റിപ്പൽസീവ് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ, ദാറ്റ് ഇസ് വൈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് ആൻസറിൽ നെഗറ്റീവ് വരുന്നത്. ക്ലിയർ ആണോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ദിസ് ഇസ് JB ഫ്രം സൈലം ലേണിംഗ്. ബൈ.